ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ടു ലൈഫ് പ്രോസസ്സ് എന്ന ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. മെറ്റബോളിസവും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് എന്താണെന്നും ഹോമിയോസ്റ്റാറ്റിസ്, പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ്, ഫോട്ടോസിന്തസിസ് ആൻഡ് ന്യൂട്രിയൻസ്, പ്ലാന്റ് സർവീസസ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് പോകാം. അടുത്തൊരു കുഞ്ഞു കാർട്ടൂണാണുള്ളത്. അതിൽ 2 ബാക്ടീരിയ തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ലൈഫ് ഉണ്ടാക്കാൻ പറ്റുമോ, ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ജീവനുള്ള ഓർഗാനിസംസ് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. പോസിബിളായി സയൻസിൻ്റെ വളർച്ചയിലൂടെ. കാരണം സയൻസ് ഒരുപാട് വളർന്നപ്പോൾ നമ്മൾ ലാബിൽ എങ്ങനെ നമുക്ക് ജീവനുള്ള ബാക്ടീരിയയൊക്കെ ഉണ്ടാക്കാം എന്നെല്ലാം നമ്മൾ പഠിച്ചു, അത് മനസ്സിലാക്കി. അങ്ങനെ ആദ്യമായിട്ട് ഈക്കോളൈ ബാക്ടീരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തു ലാബിൽ. അത് എവിടെയാണ് വെച്ചാണ് ഉണ്ടാക്കിയത്? കാംബ്രിഡ്ജിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് വേഗം ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും ഈക്കോളൈ ബാക്ടീരിയയിലെ ഒരു ബാക്ടീരിയ ആണല്ലോ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിനും ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഈ ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഈക്കോളൈ ബാക്ടീരിയയും ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതൊരു സയൻസിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അടുത്ത പോർഷൻ നോക്കാം. മൂവ്മെൻറ്റ്, റെസ്പോൺസ്, റെസ്പിറേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എക്സെട്ര ആർ ദ സയൻസ് ഓഫ് ലൈഫ്. അപ്പോൾ ലൈഫ് ജീവനുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം, അതിന് റെസ്പോൺസ് ചെയ്യാൻ പറ്റണം. ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തെങ്കിലും ഒരു അപകടം അതിന് പറ്റുകയാണെങ്കിൽ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. അതിന് റെസ്പിറേഷൻ നടത്താൻ പറ്റണം, അതിന് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, റീപ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത പുതിയൊരു ജനറേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് വേണം. യു നോ ദാറ്റ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ നമുക്കറിയാം സെല്ലാണ് ജീവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ദ കെമിക്കൽ റിയാക്ഷൻ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് മെയിൻലി ടേക്ക് ഇൻ പ്ലേസ് ഇൻസൈഡ് ദ സെൽ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെല്ലാണ് ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? കാരണം എന്താണ്? ഒരു ജീവൻ നിലനിർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഓരോ സെല്ലിൻ്റെ ഉള്ളിലാണ്. മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. അപ്പോൾ ഒരു സെല്ലാകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മോളിക്യൂൾസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഓരോ മോളിക്യൂൾസും ഉണ്ടാകുന്നത് പല കോമ്പിനേഷൻ ഓഫ് എലമെൻസിലൂടെയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഇങ്ങനെ സെല്ലിന് വേണ്ട ഓരോ മോളിക്യൂൾസും ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത പേജ് നോക്കാം. ഇനി നമ്മൾ ബയോമോളിക്യൂൾസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, ഇവർ 4 പേരുമാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്? സെൽ എന്താണെന്ന് പഠിക്കുക. സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അത് കഴിഞ്ഞ് ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ബയോമോളിക്യൂൾസ് 4 എന്താണെന്ന് കൃത്യമായി പഠിക്കുക. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, ഇവരാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ബയോമോളിക്യൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഉള്ളിൽ കാണുന്ന ജീവൻ നിലനിർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ബയോമോളിക്യൂൾസിന് നമുക്ക് പ്രധാനമായും 4ആയി തിരിക്കാം. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ കാണുന്ന ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ശരീരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ ഹ്യൂമൻ്റെ ശരീരം എന്നല്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിളായി ഒരു ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇനി ലിപ്പിഡ്സ്, ഇതിലിപ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ കാണണമെന്നില്ല കേട്ടോ. സെല്ലുലോസ് ഒന്നും മനുഷ്യൻ്റെ ഉള്ളിൽ കാണത്തില്ല. അടുത്ത് ലിപ്പിഡ്സിന് എക്സാമ്പിളാണ് ഫാറ്റും ഓയിലും. ഇനി പ്രോട്ടീൻസിന് എക്സാമ്പിളാണ് എൻസൈം, ഹോർമോൺ, ആൻറ്റിബോഡീസ് എന്നിവ. അത് കഴിഞ്ഞ് ന്യൂക്ലിക് ആസിഡിന് എക്സാമ്പിളാണ് DNA-യും RNA-യും. അപ്പോൾ എന്തൊക്കെയാണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. അതിന് 1-2 എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ച് വെക്കുക. അപ്പോൾ നോക്കാം. ഓൾ ലൈഫ് സയൻസ് ആർ മാനിഫെസ്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് മെനി അതർ കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദി സെൽ. ഓൾ സച്ച് കെമിക്കൽ റിയാക്ഷൻ ടുഗദർ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം ആർ കോൾഡ് മെറ്റബോളിസം. അപ്പോൾ ഒരാൾ ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സെല്ലിനകത്ത് പല കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻസ് ആര് കാരണമാണ് നടക്കുന്നത്? ഈ ബയോമോളിക്യൂൾസ് കാരണമാണ് പല കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ കെമിക്കൽ റിയാക്ഷൻസിന് പറയുന്ന പേരാണ്
മെറ്റബോളിസം എന്ന് പറയുന്നത്. അങ്ങനെ പല കെമിക്കൽ റിയാക്ഷനെയും ചേർത്ത് നമ്മൾ എന്ത് പറയുന്നു? മെറ്റബോളിസം എന്ന് പറയുന്നു. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ടുഗദർ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം ആർ കോൾഡ് മെറ്റബോളിസം. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്താണെന്ന് പഠിക്കുക, മെറ്റബോളിസം എന്താണെന്ന് പഠിക്കുക. മെറ്റബോളിസത്തിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ആനബോളിസവും കാറ്റബോളിസവും. ആനബോളിസം എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് കമ്പൈൻസ് മോളിക്യൂൾ ആൻഡ് കാറ്റബോളിസം വിച്ച് ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്. ആനബോളിസം എന്ന് പറയുമ്പോൾ ഫോർമേഷനാണ്, ഒരു കാര്യം ഉണ്ടാകുന്നതിനെയാണ് ആനബോളിസം എന്ന് പറയുന്നത്. എന്നാൽ കാറ്റബോളിസം എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ആനബോളിസവും കാറ്റബോളിസവും. ആനബോളിസം എന്ന് പറഞ്ഞാൽ ഫോർമേഷനാണ്, ഒരു കാര്യം ഉണ്ടാകുന്നതിനെയാണ് ആനബോളിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. പ്ലാന്റ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് എന്ത് വഴിയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചാണ് പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കുക, ഫോം ചെയ്യുക എന്ന് പറയുന്നത് ആനബോളിസത്തിന് എക്സാമ്പിളാണ്. അടുത്ത് കാറ്റബോളിസം എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. അപ്പോൾ അത് കാറ്റബോളിസമാണ്. അതായത് ഒരു കാര്യം ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് കാറ്റബോളിസം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ മാറ്റുക, അതാണ് കാറ്റബോളിസം. മാറ്റി ചെറിയ ചെറിയ പാർട്സാക്കി മാറ്റുക, അതാണ് കാറ്റബോളിസം എന്ന് പറയുക. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺസ് ഇൻറ്റു അമിനോ ആസിഡ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുക എന്നുള്ളതാണ് കാറ്റബോളിസത്തിന് എക്സാമ്പിളായിട്ട് പറയാൻ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് രണ്ട് ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞു, എൻസൈംസും ഹോർമോൺസും എന്ന് പറഞ്ഞു. എൻസൈംസ് എന്താണ്, ഹോർമോൺസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എൻസൈംസ് ആർ മോളിക്യൂൾസ് ദാറ്റ് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓർഗാനിസം എവറി മൊമെൻറ്റ്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ പല പല കെമിക്കൽ റിയാക്ഷൻസും നടക്കും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം വേഗത്തിൽ നടന്നാൽ മാത്രമേ നമുക്ക് എല്ലാം വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റൂ. നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും നമ്മൾ ശരിയായി പ്രവർത്തിക്കാനും കഴിയണമെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കണം, അത് വേഗത്തിലും നടക്കണം. അപ്പോൾ വേഗത്തിൽ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അപ്പോൾ ഒരുപാട് എൻസൈംസും ഒരു വിധത്തിൽപ്പെട്ട എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് തന്നെയാണ്. സലൈവറി അമൈലേസ് present in saliva and pepsin present in gastric juice are examples of enzymes. അപ്പോൾ എൻസൈംസിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? സലൈവറി അമൈലേസ് പ്രസൻറ്റ് ഇൻ സലൈവ. സലൈവയിൽ കാണുന്ന, നമ്മുടെ വായിനകത്താണല്ലോ സലൈവ കാണുന്നത്, അപ്പോൾ സലൈവയിലുള്ള സലൈവറി അമൈലേസും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ വയറിനുള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാണുന്ന പെപ്സിനും എൻസൈംസിന് എക്സാമ്പിളാണ്. അപ്പോൾ എൻസൈംസ് എന്താണെന്ന് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. അടുത്ത ഹോർമോൺസ് എന്താണെന്ന് നോക്കാം. ഹോർമോൺസ് are chemical molecules that regulate and coordinate biological processes. These are produced by various endocrine glands. Testosterone, estrogen and progesterone that control the function of sex organs are examples for hormones. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഓരോ ബയോളജിക്കൽ പ്രോസസ്സ് നടക്കാനും അതുപോലെ തന്നെ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ, അതിനെ ഒരുമിപ്പിക്കാനും, പല പ്രോസസ്സുകൾ ഒരുമിച്ച് നടക്കാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോർമോൺസിന് എക്സാമ്പിളാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ ഉള്ളത്. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺസും എല്ലാം ഫങ്ഷൻസ് ഓഫ് സെക്സ് ഓർഗൻസുമായി ബന്ധപ്പെട്ടതാണ്. മെയിലിനും ഫീമെയിലിനും സെക്സ് ഓർഗൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ സെക്സ് ഓർഗൻസുമായി ബന്ധപ്പെട്ട ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഈ സെക്സ് ഓർഗൻസിൻ്റെ എല്ലാം ഫംഗ്ഷൻ കൃത്യമായി നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്നിവ. അപ്പോൾ നമ്മൾ മെറ്റബോളിസം എന്താണെന്നും ഹോർമോൺസും എൻസൈംസും എന്താണെന്നെല്ലാം പഠിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് മെനി അതർ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ മെറ്റബോളിസം ആർ ഒബ്റ്റെയിൻഡ് ഫ്രോം ദെയർ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം മെറ്റബോളിസം പഠിച്ചു, മെറ്റബോളിസത്തിന് വേണ്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പറയുകയാണ് മെറ്റബോളിസം നടക്കണം എന്നുണ്ടെങ്കിൽ ചില എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെയുള്ള ഫാക്ടേഴ്സ് കൂടെ അത്യാവശ്യമാണ്. അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്താണ്? നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് നമ്മൾ അകത്തേക്ക് കൊടുക്കേണ്ടവ, നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കേണ്ടവ എന്നൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ ശരീരം നന്നായി പ്രവർത്തിക്കാൻ, മെറ്റബോളിസം എല്ലാം നന്നായി നടക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നവയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്നവ എന്ന് പറയുന്നത്. എന്തൊക്കെയാണത്? ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഓക്സിജൻ, വാട്ടർ, ഇതെല്ലാം അതിന് എക്സാമ്പിളായിട്ട് വരുന്നവരാണ്. അത് നോക്കാം. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു അമീബയുടെ കേസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി യൂണിസെല്ലാർ ഓർഗാനിസം സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ.
അപ്പോൾ യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ നിങ്ങൾക്ക് അറിയാലോ. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, ആ ഒരു സെല്ല് വെച്ച് അതിന് ജീവിക്കാൻ പറ്റും എന്നുള്ളവയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരുപാട് സെല്ലുകൾ ആവശ്യമാണ്, അതാണ് മൾട്ടി സെല്ലുലാർ. അപ്പോൾ യൂണിസെല്ലുലാറിന് എക്സാമ്പിളാണ് അമീബ എന്നുള്ളത്. മൾട്ടി സെല്ലുലാറിന് എക്സാമ്പിളാണ് നമ്മൾ ഹ്യൂമൻസും എല്ലാം. നിങ്ങൾക്ക് അമീബയുടെ കേസ് നോക്കാം. നിങ്ങൾക്ക് അറിയാം സൈറ്റോപ്ലാസം എന്താണെന്ന് അറിയാമല്ലോ. സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന ഇതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സെല്ലിൻ്റെ ഉൾഭാഗമാണ് സൈറ്റോപ്ലാസം. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്കാണല്ലോ, അപ്പോൾ ഒരു സെല്ല് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ അകത്തേക്കാണ് നമ്മൾ പുറത്തെ എൻവയോൺമെൻറ്റിൽ നിന്ന് കാര്യങ്ങൾ അകത്തേക്ക് കൊടുക്കണം അമീബയുടെ കേസിൽ. അപ്പോൾ അത് അകത്തേക്ക് പോകുന്നത് അതിൻ്റെ സെൽ മെംബ്രെയിൻ വഴി മാത്രമാണ്. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിൻ്റെ ബൗണ്ടറി ഇല്ലേ, സെല്ലിൻ്റെ ബോർഡർ നമ്മൾ പറയത്തില്ല, വീടിന് മതിലുള്ളത് പോലെയാണ് സെല്ലിന് സെൽ മെംബ്രെയിൻ ഉള്ളത്. അപ്പോൾ ആ സെൽ മെംബ്രെയിൻ വഴി തന്നെ അകത്തേക്ക് കയറി അങ്ങ് പൊയ്ക്കോളും. അമീബയുടെ കാര്യത്തിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ അകത്തേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. അടുത്ത് ആനിമൽസിൻ്റെ കേസ് നോക്കാം. Substance received from the external environment undergoes certain changes and reach the extracellular fluid. From there it enters the cytoplasm through സെൽ മെംബ്രെയിൻ. അപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇത് മൾട്ടി സെല്ലുലാർ ആണ്, ഒരുപാട് സെല്ലുകൾ കാണും. അപ്പോൾ ആ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആ ഓരോ യെല്ലോയും ഓരോ സെല്ലുകളാണ്. ആ സെല്ലിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ നോക്കുമ്പം സെല്ലിൻ്റെ പുറം ഭാഗത്തിനാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുന്നത്. സബ്സ്റ്റൻസ് റിസീവ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, അതായത് ബോഡി നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ ബോഡിയിലുള്ളിൽ പല സെല്ലുണ്ട്, ആ സെല്ലിൻ്റെ പുറത്തുള്ള സ്ഥലത്തെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിന് പുറത്ത്, അതായത് ഈ എയറും എല്ലാം ഉള്ള ഒരു സറൗണ്ടിങ്ങിനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം അല്ലെങ്കിൽ എന്തോ ആവട്ടെ അകത്തേക്ക് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോവും. അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് അത് നമ്മുടെ സെല്ലിൻ്റെ അകത്തേക്ക് സെൽ മെംബ്രെയിൻ വഴി കയറുന്നത്. അല്ലാതെ ഫുഡായിട്ട് തന്നെയാണ് നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ചോറ് തന്നെയല്ല സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്, അതിനൊരു മാറ്റം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അനിമൽസിനെ പഠിച്ചു, അമീബയുടെ പോലുള്ള യൂണിസെല്ലുലാറിനെ പഠിച്ചു. അടുത്ത് നമുക്ക് പ്ലാന്റ്സ് എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഓരോ സബ്സ്റ്റൻസ് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്ന് നോക്കാം. ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് through cytoplasmic connection called plasmodesmata that connect adjacent cells from one cell to another through plasma membrane. പ്ലാന്റ്സിന് നമുക്കറിയാം സെൽ വാളുകളുണ്ട്. നമുക്ക് അനിമൽസിനൊന്നും സെൽ വാളുകളില്ല, പ്ലാന്റ്സിൽ മാത്രമേ സെൽ വാളുകളുള്ളൂ. അപ്പോൾ നമുക്ക് സെൽ വാൾ വഴി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് സബ്സ്റ്റൻസ് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഇടയ്ക്ക് കാണുന്ന സ്പേസസിനെയാണ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി ഉള്ളിലേക്ക് എടുക്കാം. പിന്നെ എങ്ങനെയാണ്? ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കാൾഡ് പ്ലാസ്മോഡെസ്മേറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽ. അപ്പോൾ ഒരു സെല്ലിലുള്ള സബ്സ്റ്റൻസ് അടുത്തൊരു സെല്ലിലേക്ക് എത്താനായിട്ട് അത് രണ്ടും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്, അതിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ 2 വീടുകളുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം എങ്കിൽ ആ 2 വീടുകളും കണക്ട് ചെയ്തൊരു പാലമുണ്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. എങ്കിൽ ആ പാലത്തിൽ കൂടെ കയറി ഒരു വീട്ടിലുള്ളവർക്ക് അടുത്ത വീട്ടിലേക്ക് അവരുടെ വീട്ടിലുണ്ടാക്കിയ കാര്യങ്ങൾ കൊടുത്തൂടെ? അതുപോലെ തന്നെയാണ് 2 സെല്ലുകളുണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്തൊരു പാലം അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്, അതിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മോഡെസ്മേറ്റ വഴിയും തമ്മിൽ എന്താണെങ്കിലും സബ്സ്റ്റൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ നമുക്കറിയാം സെല്ലിന് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിനിലൂടെയും സബ്സ്റ്റൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഐ ഹോപ്പ് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. അടുത്ത് നോക്കാം. അടുത്തൊരു കുട്ടിയുടെ ഡൗട്ടാണ്, നമുക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഭാഗത്തിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ പോലെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ടോ എന്നുള്ളതാണ്. ഇൻ ആനിമൽസിൻ്റെ കേസ് നോക്കിയാലോ, ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽ serves as the internal environment. The internal environment of plant consists of cell wall and their component, extracellular fluid and air sacs between the cells. Animalsന്റെ കാര്യത്തിലാണെങ്കിൽ സെല്ലിൻ്റെ ഇടയ്ക്ക് കാണുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് നമ്മൾ വിളിച്ചത് ആണ് ഇന്റേണൽ എൻവയോൺമെൻ്റ് ആയി കണക്കാക്കുന്നത്. അതായത് സെല്ലിൻ്റെ ഇടയിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇന്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് വിളിച്ചത്. ഇന്റേണൽ എൻവയോൺമെൻറ്റ് ഇനി പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സെൽ വാളും അതിൻ്റെ കമ്പോണൻസും അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും പിന്നെ എയർ സാക്കുകളുണ്ട്. അനിമൽസിൽ ഇല്ല, പക്ഷേ പ്ലാന്റ്സിലാണെങ്കിൽ എയർ സാക്കുകളുണ്ട്. അങ്ങനെയുള്ള എയർ സാക്കുകളും എല്ലാം ചേർന്നതാണ് പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആനിമൽസിലാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ്, പ്ലാന്റ്സിലാണെങ്കിൽ സെൽ വാളും അതിൻ്റെ കമ്പോണൻസും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും എയർ സാക്കുകളുമാണ്
എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. കീപ്പിംഗ് ദ കമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കാൾഡ് ഹോമിയോസ്റ്റാറ്റിസ്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ കമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞ ഒരു ബാലൻസ് എന്നാണ് അർത്ഥം. അപ്പം ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, ബാലൻസ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രപ്ഷൻ ഓഫ് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ക്യാൻ ബി ത്രെട്ടനിങ് ടു ലൈഫ്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ ജീവന് തന്നെ ആപത്തായി മാറുന്നു. എക്സ്ചേഞ്ച് ഓഫ് മിനറൽസ് ത്രൂ സെൽ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിൻ വഴി എങ്ങനെയാണ് സബ്സ്റ്റൻസ് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അവിടെ നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും സൈറ്റോപ്ലാസവും എല്ലാം കാണിക്കുന്ന ഒരു പിക്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കാണാം. അതാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡും എല്ലാം കാണുന്ന റീജിയനാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെല്ലിൻ്റെ ഉൾഭാഗമുണ്ട്, അതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡും എല്ലാം കാണുന്ന ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നിന്നാണ് സബ്സ്റ്റൻസ് എങ്ങോട്ടേക്ക് കയറേണ്ടത്? സൈറ്റോപ്ലാസത്തിലേക്ക് കയറേണ്ടത് അല്ലെങ്കിൽ തിരിച്ച് ഇറങ്ങേണ്ടതും ആവശ്യമാണ്. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഹാവിങ് യു അണ്ടർസ്റ്റുഡ് വൈ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിനെ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയാം എന്നാണ് ഇവിടെ പറയുന്നത്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനും ഒന്നല്ല. സെൽ മെംബ്രെയിനിൽ വരുന്ന ഒരു ലെയർ മാത്രമാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, സെൽ മെംബ്രെയിനെ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയാം. Only certain molecules can pass through the plasma membrane. Water, oxygen, carbon dioxide, etc. can easily pass through it, but certain substances and ions can only pass through special channels or pores present in the plasma membrane. അപ്പോൾ ചില സബ്സ്റ്റൻസുകൾക്ക്, അതൊക്കെ ഏതൊക്കെയാണ് ചില സബ്സ്റ്റൻസ്? വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ സാധനങ്ങൾക്കെല്ലാം ഈസിലി ഈ സെൽ മെംബ്രെയിനിൽ കൂടി അകത്തേക്കും പുറത്തേക്കും എല്ലാം പോകാം. പക്ഷേ ചില സബ്സ്റ്റൻസ്, ചില അയോൺസിനെല്ലാം ഇങ്ങനെ എളുപ്പം പോകാനും വരാനും ഒന്നും പറ്റില്ല. ഒരു സെല്ലിനകത്തേക്ക് കയറാനും ഇറങ്ങാനും പറ്റില്ല. അതിന് ചില പ്രത്യേക വഴികൾ വേണം. ഈ ചില അയൺസൊക്കെ അകത്തേക്ക് കയറാൻ ചില പ്രത്യേക വഴികൾ വേണം. അതുപോലെ തന്നെ ചില പോറുകൾ വേണം അകത്തേക്കും പുറത്തേക്കൊക്കെ കയറാൻ. എല്ലാ സബ്സ്റ്റൻസും ഈസിലി അകത്തേക്കും പുറത്തേക്കും പോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. മോളിക്യൂൾസ് ആർ കോൺസ്റ്റൻ്റ്ലി പാസിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. പക്ഷേ എന്താണ്, ഈ മോളിക്യൂൾസിന് അകത്തേക്കും പുറത്തേക്കും പോകുകയും വരികയൊക്കെ വേണം. അപ്പോൾ ഓരോ വഴികളുണ്ടായിരിക്കും എങ്ങനെയൊക്കെ കയറാം ഇറങ്ങാം എന്നുള്ളതിനെ പറ്റി. അതാണ് നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഒരു പോർഷൻ നമുക്ക് നോക്കാം. നമുക്കൊരു ചെറിയ സ്പിനാച്ചിൻ്റെ ഒരു ഔട്ടർ ലെയർ എടുക്കാം. എന്നിട്ട് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഒന്നിനെ ഫ്രഷ് വാട്ടറിൽ വിടാം, ഒന്നിനെ ഒരു സോൾട്ട് സൊല്യൂഷൻ ഉപ്പ് വെള്ളത്തിൽ ഇടാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു 2 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ രണ്ടിനെയും നമ്മൾ ഒരു സ്ലൈഡിലേക്ക് വെച്ച് അതിനെ മൈക്രോസ്കോപ്പിൽ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്രഷ് വാട്ടറിൽ കാണിക്കുന്നത് ഏതാണ്, സോൾട്ട് വാട്ടറിൽ വെച്ചിട്ടുള്ളത് ഏതാണ്. നമുക്ക് 2 ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. സോൾട്ട് വാട്ടറിൽ വെച്ചതാണെങ്കിൽ അകത്തേക്ക് ചുരുങ്ങും, എന്നാൽ ഫ്രഷ് വാട്ടറിൽ വെച്ചതാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഈ മാങ്ങയെല്ലാം ഉപ്പിലിടുന്ന സമയത്ത് അതിൻ്റെ സൈസ് എല്ലാം ഒത്തിരി ചെറുതാവും. നമ്മൾ എന്ത് സാധനമായിരുന്നാലും അത് നമ്മൾ ഉപ്പിലിടുന്ന സമയത്ത് അതിൻ്റെ വലിപ്പം ചെറുതാകും. എന്നാൽ നിങ്ങൾ ഈ ഉണക്ക മുന്തിരിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിനെല്ലാം നമ്മളെടുത്ത് വെള്ളത്തിലിട്ടാലോ, ഫ്രഷ് വാട്ടറിൽ ശുദ്ധമായ വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ അത് വികസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ 2 ഫിഗേഴ്സും ഈസിലി മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണെങ്കിലും അത് ഉപ്പ് വെള്ളത്തിലിട്ടാൽ അതിൻ്റെ സൈസ് ചുരുങ്ങും. അത് നമ്മൾ ഫ്രഷ് വാട്ടറിലാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ സൈസ് എക്സ്പാൻഡഡ് ആകും, കുറച്ചുകൂടെ വലിപ്പമുള്ളതാകും. ഇവിടെ 2 ബീക്കേഴ്സും അതിലൊരു എക്സ്പെരിമെൻറ്റും തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ ബീക്കറും രണ്ടാമത്തെ ബീക്കറും സെയിം ആണ്. ആദ്യത്തേത് നമ്മൾ ഉപ്പുവെള്ളവും സാധാ നോർമൽ ഫ്രഷ് വാട്ടറും 2 സൈഡിലായിട്ട് എടുക്കുകയാണ്. അതിൻ്റെ നടുക്കൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണുള്ളത്. എന്ന് പറയുമ്പോൾ ഇതിനെ കടത്തി വിടുന്ന ഒരു മെംബ്രെയിൻ ആണുള്ളത്. അടുത്ത ബീക്കർ എന്ന് പറഞ്ഞത് ഇതേ ബീക്കർ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ബീക്കറിൽ, അതായത് നമ്മൾ കുറച്ച് സമയങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫ്രഷ് വാട്ടർ ഒരു സൈഡിൽ എടുക്കുന്നു, അതുപോലെ തന്നെ അടുത്ത സൈഡിൽ കുറച്ച് ഉപ്പ് വെള്ളമാണ് എടുക്കുന്നത്. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ ഫ്രഷ് വാട്ടർ കുറഞ്ഞിരിക്കും. സോൾട്ട് വാട്ടറിൻ്റെ സൈഡിലേക്ക് ആയിരിക്കും ഫ്രഷ് വാട്ടർ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് റീസൺ എന്താണ്? കാരണം വാട്ടർ എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലായിട്ടാണ് എപ്പോഴും മൂവ് ചെയ്യുന്നത്, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി. അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഉപ്പ് വെള്ളത്തിൽ
കോൺസെൻട്രേഷൻ കുറവാണ്, സാധാ വെള്ളത്തിലാണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് സാധാ വെള്ളത്തിൽ നിന്ന് ഉപ്പുവെള്ളത്തിലേക്ക് വെള്ളം പോയത്, സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി. അതുകൊണ്ടാണ് ഫ്രഷ് വാട്ടറിൻ്റെ അളവ് കുറഞ്ഞതും ഉപ്പുവെള്ളത്തിൻ്റെ അളവ് കൂടിയതും. അപ്പോൾ ഓസ്മോസിസ് ആണ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഓസ്മോസിസ് എന്നുള്ളത്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വെള്ളം പോകുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഓസ്മോസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഉപ്പിലിട്ട മാങ്ങയുടെ കേസ് നോക്കാം. അപ്പോൾ മാങ്ങ ഉപ്പിലിടുന്ന സമയത്ത് ഉപ്പ് വെള്ളത്തിലാണല്ലോ നമ്മൾ ഇടുന്നത്, മാങ്ങയ്ക്ക് ഉള്ളിൽ എപ്പോഴും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പം അതിനാണ് ഹയർ കോൺസെൻട്രേഷൻ, ഉപ്പ് വെള്ളത്തിന് ലോവർ കോൺസെൻട്രേഷൻ ആണ്. അപ്പം മാങ്ങയ്ക്കുള്ളിലെ വെള്ളം മാങ്ങയ്ക്ക് പുറത്തുള്ള സോൾട്ട് വാട്ടറിലേക്ക് പോകും. കാരണം അവിടെ കോൺസെൻട്രേഷൻ കുറവാണ് സോൾട്ട് വാട്ടറിൽ. അപ്പം നല്ല കോൺസെൻട്രേഷനിലുള്ള മാങ്ങയ്ക്കുള്ളിലെ വെള്ളം പുറത്തേക്ക് ഒഴുകും. അപ്പോഴാണ് മാങ്ങ ചുരുങ്ങുന്നത്. ഇനി നമ്മൾ റേസിൻസിൻ്റെ കാര്യത്തിൽ നോക്കാം. ഉണക്ക മുന്തിരിയാണല്ലോ, അപ്പോൾ അതിനകത്ത് വെള്ളമില്ല. അപ്പോൾ പുറത്ത് അത് നമ്മൾ ഇടുന്നത് ഫ്രഷ് വാട്ടറിലുമാണ്. അപ്പോൾ ഫ്രഷ് വാട്ടറിന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്, ഉണക്ക മുന്തിരിക്കകത്ത് വെള്ളത്തിന് അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളമുള്ള പുറത്തെ ഫ്രഷ് വാട്ടറിൽ നിന്ന് ഉണക്ക മുന്തിരിൻ്റെ അകത്തേക്ക് വെള്ളം കയറും. അപ്പോൾ അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് പ്രോസസ്സുകളാണ്. ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇതെല്ലാമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൈൻ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിന് എനർജി വേണ്ട, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൈൻ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിലുള്ള ചില പ്രോട്ടീൻസ് കാരണം നടക്കുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അകത്ത് കോൺസെൻട്രേഷൻ കുറവാണ് ഒരു സബ്സ്റ്റൻസിന്, പുറത്തൊരു സബ്സ്റ്റൻസിന് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അത് ചാനൽ പ്രോട്ടീൻസ് വഴി അകത്തേക്ക് കയറുന്നു. അതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിന് എനർജി വേണം. അത് എവിടെ നിന്ന് എവിടേക്കാണ് നടക്കുന്നത്, കുറഞ്ഞ സബ്സ്റ്റൻസ് ഉള്ളിടത്ത് നിന്ന് ഒരുപാട് സബ്സ്റ്റൻസ് ഉള്ളിടത്തേക്ക് നടക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് നിന്ന് ഒരുപാട് കോൺസെൻട്രേഷൻ കുറഞ്ഞിടത്തേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് എനർജി വേണ്ട. വെള്ളം എവിടെ നിന്ന് വെള്ളം ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഒരുപാട് വെള്ളം ഉള്ളിടത്ത് നിന്ന് കുറഞ്ഞ വെള്ളം ഉള്ളിടത്തേക്കാണ് ഒഴുകുന്നത്, അതിനൊരു എനർജിയും വേണ്ട. ഇപ്പം ഒരു വാട്ടർഫോൾ നോക്കുന്ന സമയത്ത് മുകളിൽ നല്ല വെള്ളം ഉണ്ടായിരിക്കും, താഴെ വെള്ളം കുറവായിരിക്കും, അത് നാച്ചുറലി അങ്ങ് ഒഴുകും, അതിന് പ്രത്യേകിച്ച് എനർജി ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ എവിടെയാണ് കോൺസെൻട്രേഷൻ കുറവ് അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയിടത്തേക്കാണ് മൂവ്മെൻറ്റ് ഉണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം പ്രോട്ടീൻസ് വേണം, അതിനെയാണ് കാരിയർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇതിന് എനർജിയും ആവശ്യമാണ്. അടുത്ത് നിങ്ങൾ ടേബിൾ ഫില്ല് ചെയ്യുക. നേച്ചർ ഓഫ് ലോ ഓഫ് മോളിക്യൂൾസ് എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്, അതിൻ്റെ പേരെന്താണ്? ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിന് പേരാണ് ഡിഫ്യൂഷൻ. ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിൻ്റെ പേരാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. അടുത്ത് ആപ്ലിക്കബിൾ ടു വാട്ടർ ഓൺലി, വാട്ടർ മാത്രം ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു, അതിൻ്റെ പേരാണ് ഓസ്മോസിസ്. അടുത്ത എനർജി വേണ്ടത് ഏതിനൊക്കെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്. അടുത്ത എനർജി നോട്ട് റിക്വയർഡ്, എനർജി വേണ്ടാത്തതിന് എക്സാമ്പിളാണ് ഡിഫ്യൂഷൻ. കാരിയർ പ്രോട്ടീൻസ് നോട്ട് റിക്വയർഡ്, കാരിയർ പ്രോട്ടീൻസ് വേണ്ടാത്തത് ഡിഫ്യൂഷനാണ്. കാരിയർ പ്രോട്ടീൻസ് റിക്വയർഡ്, കാരിയർ പ്രോട്ടീൻസ് വേണ്ടത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനാണ്. അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ നമുക്ക് പറഞ്ഞായിരുന്നു ഏത് ജീവജാലങ്ങൾക്കാണെങ്കിലും ന്യൂട്രിയൻസ് വേണം. അപ്പോൾ എവിടെ നിന്നാണ് ന്യൂട്രിയൻസ് ഓരോ ജീവജാലങ്ങൾക്കും കിട്ടുന്നത്? ആനിമൽസിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. ഇപ്പോൾ ആനിമൽസ് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എന്ത് തന്നെയാണ്? ഇലകളാണ്. അപ്പോൾ പ്ലാന്റ്സിന് തന്നെയാണ് നമ്മൾ ആനിമൽസ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അനിമൽസ് എങ്ങനെയാണ് കഴിക്കുന്നത്? പ്ലാന്റ്സിൽ നിന്ന്. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നത്? അവർ ഫോട്ടോസിന്തസിസ് വഴിയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിന് എന്തൊക്കെയാണ് ആവശ്യം? ക്ലോറോഫിലും സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്
ഫോട്ടോസിന്തസിസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. നമ്മൾ പുറത്തേക്ക് കളയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനാണല്ലോ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം? ക്ലോറോഫിൽ, സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. അടുത്ത ആൽഗയുടെ കാര്യം നോക്കിയേ. ആൽഗെ ആർ ദ ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലാർ ഓർ മൾട്ടി സെല്ലാർ ഓർഗാനിസം. ആൽഗെ എന്ന് പറയുമ്പോൾ യൂണിസെല്ലാറും ആകാം മൾട്ടി സെല്ലാറും ആകാം. ആൽഗെ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ആർ പ്രോകാരിയോട്സ് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആൽഗെ എന്ന് പറഞ്ഞാൽ ഒരു പായലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ചുറ്റും കാണുന്ന പാൽഗെ, അതെല്ലാം പായലാണ്, അതെല്ലാം ആൽഗയാണ്. അപ്പോൾ ആൽഗയും പിന്നെ അതിൽ വരുന്നൊരു കാറ്റഗറിയാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ഇവ രണ്ടുപേരും പ്രോകാരിയോട്സ് ആണ്. പ്രോകാരിയോട്സും യൂകാരിയോട്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു ന്യൂക്ലിയസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഇവ രണ്ടുപേരും, അതായത് ആൽഗയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഭക്ഷണം കണ്ടെത്തുന്നതും ഫോട്ടോസിന്തസിസ് വഴി തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലോറോഫിലാണ് ഗ്രീൻ കളർ കൊടുക്കുന്നത് പ്ലാന്റ്സിനെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയി ഇതിനെപ്പറ്റി പഠിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ഇല എടുക്കാം. ആ ഇലയുടെ ഏറ്റവും പുറത്തെ ഭാഗത്തിനെയാണ് എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത്. ഏറ്റവും പുറം ഭാഗം, ആ പിക്ചർ കൃത്യമായി നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും പുറം ഭാഗമാണ് എപ്പിഡെർമൽ സെൽസ്. എപ്പിഡെർമൽ സെല്ലിൻ്റെ ഉള്ളിലാണ് മീസോഫിൽ സെൽസ് കാണുന്നത്. മീസോഫിൽ സെൽസിൻ്റെയും കഴിഞ്ഞിട്ടാണ് സ്റ്റൊമാറ്റ കാണുന്നത്. അപ്പം ഒരു ഇല നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറത്തുള്ളതാണ് എപ്പിഡെർമൽ സെൽസ്, പിന്നെ അതിൻ്റെ അകത്താണ് മീസോഫിൽ സെൽസ് കാണുന്നത്, അതിൻ്റെയും ഉള്ളിലാണ് സ്റ്റൊമാറ്റോ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. മീസോഫിൽ സെൽസിലാണ് നമ്മൾ ക്ലോറോഫിലിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് മീസോഫിൽ സെല്ലിനെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാം. അവിടെ ആ ഗ്രീൻ ആയിട്ടുള്ള ഒരു റൗണ്ടൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്, അത് മീസോഫിൽ സെൽസ് ആണ്. മീസോഫിൽ സെൽസിന് ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഈ ഇന്നർ മെംബ്രെയിനുള്ളിലാണ് സ്ട്രോമ, ഗ്രാന എല്ലാം കാണുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാന എന്ന് പറഞ്ഞാൽ ഒരു കോയിൻസ് പോലെയാണ് നമ്മൾ കാണുന്നത്. കോയിൻസ് അടുക്കി വെച്ചിട്ടിരിക്കുന്നതിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. നമ്മൾ ആ ഗ്രീൻ കളറിൽ ഒരു കോയിൻസ് അടുക്കി വെച്ച പോലെ കണ്ടല്ലോ, അതാണ് ഗ്രാന. അതിൽ ഓരോ റൗണ്ടിനെയാണ് നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ കോയിൻസിനെയും നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് പറയും. അതെല്ലാം ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മളതിനെ ഗ്രാന എന്ന് പറയും. അല്ല, ഒരു കോയിനെ നമ്മൾ ഒരു കോയിൻ പോലത്തെ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഗ്രാന സ്റ്റാക്ക് ഓഫ് തൈലക്കോയിഡ്. തൈലക്കോയിഡ്സിൻ്റെ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. തൈലക്കോയിഡിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗ്രാന. ഇനി ക്ലോറോഫിൽ കാണുന്നത് എവിടെയാണ്? ഈ തൈലക്കോയിഡ്സിലാണ്. ഇലകൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന ഈ ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നത് ഗ്രാനയിലാണ്. ഗ്രാനയിൽ എന്ന് പറയുമ്പോൾ ഗ്രാനയുടെ ഉള്ളിൽ തൈലക്കോയിഡിലാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ലൈറ്റ് യെല്ലോ കളറിലൊരു സ്ട്രക്ചർ കാണുന്നില്ലേ, അതിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അത് കുറച്ച് വെള്ളം പോലെയാണ് കാണുന്നത്, ഫ്ലൂയിഡ് പാർട്ടാണ്, അതാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി രണ്ട് ഗ്രാനകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ കാണുന്നുണ്ട് ഗ്രീൻ കളറിൽ, അതിനെയാണ് സ്ട്രോമ ലാമെല്ലെ എന്ന് പറയുന്നത്. അതിനെയാണ് സ്ട്രോമ ലാമെല്ലെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അടുത്ത് നമുക്ക് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉൾപ്പെടുന്ന രണ്ട് പാർട്ടുകളാണ് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ഫോട്ടോസിന്തസിസിന് രണ്ട് പാർട്ടുകളുണ്ട്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അപ്പോൾ എന്താണ് ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്? ലൈറ്റ് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. ഗ്രാനയിൽ നടക്കുന്നതാണ് ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇത് ലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഒരു ലൈറ്റിൻ്റെ പ്രസൻസ്, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ലൈറ്റ് ഫേസിൽ നടക്കുന്നത്. ലൈറ്റ് ഫേസ് റിയാക്ഷൻസ് എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിലാണ്. അപ്പോൾ ഗ്രാനയിൽ എന്താണ് നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നു. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. എന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ഓക്സിജനാണ് നമ്മളെടുത്ത് ശ്വസിക്കുന്നത്. ഹൈഡ്രജൻ തിരിച്ച് സ്ട്രോമയിലേക്കും പോകുന്നു. അപ്പോൾ ഗ്രാനയിൽ വെച്ച് എന്ത് നടക്കുന്നു? വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു. ATP ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. എന്നിട്ട് ATP ഫോം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ലൈറ്റ് ഫേസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഗ്രാനയിൽ നടക്കുന്നു, ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നു, വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഓക്സിജൻ ആകുന്നു, ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു, ഹൈഡ്രജൻ തിരിച്ച് സ്ട്രോമയിലേക്ക് പോകുന്നു, ഇവിടെ ATP ഫോം ചെയ്യുന്നുമുണ്ട്.
ഇനി ഡാർക്ക് ഫേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാലോ, അത് സ്ട്രോമയിലാണ് നടക്കുന്നത്. ലൈറ്റിൻ്റെ ആവശ്യം ഡാർക്ക് ഫേസിന് ഇല്ല. ഹൈഡ്രജൻ ആൻഡ് എനർജി റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ലൈറ്റ് ഫേസ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഫേസ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജൻ പുറത്തേക്ക് പോയിട്ട് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടായിരുന്നു. അതിൽ ഓക്സിജൻ പുറത്തേക്ക് പോയി, ഹൈഡ്രജനും അവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജനും പിന്നെ എനർജി ATPയും കൂടിയാണ് ഡാർക്ക് ഫേസിന് ആവശ്യം. അത് രണ്ടും ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ ഹൈഡ്രജനും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പ്ലാന്റ്സ് അകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് ഡാർക്ക് ഫേസിൽ നടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഉണ്ടാകാനായിട്ട് എനർജി ആവശ്യമാണ്. ആ എനർജിയാണ് നേരത്തെ നമ്മളുണ്ടായ ATP എനർജീനെ തന്നെയാണ്, എനർജിയുടെ ഒരു ഫോമാണ് ATP കേട്ടോ, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ആ എനർജി, ആ ATP ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ലൈറ്റ് ഫേസിലുണ്ടായ ATP എനർജി ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഡാർക്ക് ഫേസിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന്. അപ്പോൾ ഈ ഫുഡാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ മെൽവിൻ ഗാൽവിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. മെൽവിൻ ഗാൽവിൻ ആണ് ഡാർക്ക് ഫേസിൽ നടക്കുന്ന റിയാക്ഷനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആൾ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നോക്കിയേ, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും എവിടെയാണ് നടക്കുന്നത്? ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്, ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് റിയാക്ഷൻസ് മനസ്സിലാക്കുക. എന്താണ് പ്രൊഡക്റ്റ്? ലൈറ്റ് ഫേസിൻ്റെ പ്രൊഡക്റ്റാണ് ATP, ഡാർക്ക് ഫേസിൻ്റെ പ്രൊഡക്റ്റാണ് ഗ്ലൂക്കോസ്. നമുക്ക് റിയാക്ഷൻ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് അകത്തേക്ക് എടുക്കുന്നത്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫിലുമുണ്ട്, അവിടെ ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉണ്ടാകുന്നത്. ഓക്സിജൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത് നോക്കാം, വേരിയസ് ന്യൂട്രിയൻസ് ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൽ നിന്ന് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടാകും. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിസോൾവ്സ് ക്വിക്ലി ഇൻ വാട്ടർ, സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഇൻസോലുബിൾ സ്റ്റാർച്ച്. അപ്പോൾ ഗ്ലൂക്കോസ്, നമ്മുടെ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടായ ഗ്ലൂക്കോസ് വേഗം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് പോകുന്നവയാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സോലുബിളായി പോകാത്ത, അങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു പോകാത്ത സ്റ്റാർച്ചിലേക്ക് ഗ്ലൂക്കോസിനെ മാറ്റുന്നു. എനർജി റിക്വയർഡ് ഫോർ ദ ലൈഫ് പ്രോസസ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്റ്റാർച്ച്. അപ്പം ഓരോ ജീവജാലങ്ങൾക്കും, അതായത് പ്ലാന്റ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് ബാക്കി പ്രവർത്തനങ്ങൾക്ക് വേണ്ട എനർജി കിട്ടുന്നത് സ്റ്റാർച്ചിൽ നിന്നാണ്. മെനി സബ്സ്റ്റൻസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ സ്റ്റാർച്ച് അണ്ടർഗോസ് മെറ്റബോളിസം. അപ്പോൾ സ്റ്റാർച്ചിന് മാറ്റങ്ങൾ സംഭവിച്ച് വേറെ പല കാര്യങ്ങളുമായിട്ട് മാറാം, വേറെ പല സബ്സ്റ്റൻസുമായിട്ട് മാറാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, ഗ്ലൂക്കോസ് പിന്നീട് സ്റ്റാർച്ചായിട്ട് മാറുന്നു, സ്റ്റാർച്ച് സൂക്രോസ് ആയിട്ട് മാറുന്നു, സൂക്രോസ് പിന്നീട് പല ന്യൂട്രിയൻസുമായിട്ട് മാറാം. അമിനോ ആസിഡ് ആവാം, പ്രോട്ടീൻ ആവാം, ലിപ്പിഡ് ആകാം, പിഗ്മെൻറ്റ്സ് ആകാം, കാർബോഹൈഡ്രേറ്റ് ആകാം, വൈറ്റമിൻസും ആകാം. അപ്പോൾ മനസ്സിലാക്കുക, ഫോട്ടോസിന്തസിസ് നടക്കുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആവുന്നു, സ്റ്റാർച്ച് സൂക്രോസായി മാറുന്നു, സൂക്രോസ് പിന്നീട് പല ന്യൂട്രിയൻസ് ആയിട്ട് മാറാം. അപ്പോൾ നമുക്ക് നോക്കാം, പല ന്യൂട്രിയൻസിൻ്റെയും പേര് അവിടെ എഴുതാനാണ്. അമിനോ ആസിഡ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് അതെല്ലാം അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത മോഷൻ നോക്കാം. ഇനി ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം എങ്ങനെയാണ് അനിമൽസിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ത്രൂ മെറ്റബോളിസം റീച്ച് ഹെർബിവോഴ്സ് ത്രൂ ഫുഡ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ന്യൂട്രിയൻസ് എല്ലാം ഹെർബിവോഴ്സിലേക്ക്, ഹെർബിവോഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്നവർ, ഇലയെ ഭക്ഷിക്കുന്നവരാണ്, പ്ലാന്റ്സിനെ കഴിക്കുന്നവരാണ് ഹെർബിവോഴ്സ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുന്നത് ആര് വഴിയാണ്? ഈ ഫുഡ് വഴിയാണ്. ഈ ഇലകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂട്രിയൻസിനെല്ലാം ആരെടുത്ത് കഴിക്കുന്നു? ഈ ഹെർബിവോഴ്സ് കഴിക്കുന്നു. അങ്ങനെ ഹെർബിവോഴ്സിന് ഈ എനർജി കിട്ടുന്നു. ഹെർബിവോഴ്സിനെ കഴിക്കുന്ന കാർണിവോഴ്സ് അടുത്ത് ആ എനർജി ട്രാൻസ്ഫർ ആവുന്നു. അപ്പോൾ ഹെർബിവോഴ്സിന് എനർജി പ്ലാന്റ്സിനെ കഴിക്കുന്നതിലൂടെ കിട്ടുന്നു. ഈ പ്ലാന്റ്സിനെ കഴിച്ച് കിട്ടിയ എനർജിയുള്ള ഹെർബിവോഴ്സിനെ കാർണിവോഴ്സ് പിടിച്ച് കഴിക്കുന്നു. അങ്ങനെ അവസാനം കാർണിവോഴ്സിന് എനർജി കിട്ടുന്നു. പ്ലാന്റ്സ് വാട്ടറിലും വളരും എന്ന് നമുക്കറിയാം. വാട്ടറിലും ലാൻഡിലും വളരും പ്ലാന്റ്സ്. അപ്പോൾ ഒരു ഓഷനിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലൊന്നും ഒരിക്കലും സൺലൈറ്റ് എത്തത്തില്ല. അപ്പോൾ അവിടെയും പ്ലാന്റ്സ് വളരുമോ എന്നുള്ളതാണ്. വളരും. അവിടെ വളരുന്ന പ്ലാന്റ്സുകളും ഉണ്ട്. റെഡ് ആൽഗയൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ ഓഷനിലൊക്കെ കാണുന്ന പ്ലാന്റ്സും
ഓക്സിജൻ റിലീസ് ചെയ്യാറുണ്ട്. അതും നമ്മുടെ ഈ ഭൂമിയിലുള്ള ഓക്സിജൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഓഷനിൽ നിന്ന് വരുന്ന ഓക്സിജനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മറൈൻ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഓക്സിജനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ മാക്സിമം കുറയ്ക്കാനായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ആർ ഫുഡ് ആൻഡ് ഓക്സിജൻ ദ ഓൺലി തിങ്സ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊവൈഡ്. അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് തരുന്നത് ഫുഡും ഓക്സിജനും മാത്രമാണോ എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന പിക്ചേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെഡിസിൻസ്, ഈ തുളസി എല്ലാം പ്ലാന്റ് ആണ്. അപ്പോൾ അതുവഴി നമുക്ക് മെഡിസിൻസ് കിട്ടും, ബയോ പെസ്റ്റിസൈഡുകൾ കിട്ടും, അതുപോലെ തന്നെ കോഫി, ടീ പോലുള്ള ഡ്രിങ്കുകൾ കിട്ടും, റബ്ബർ കിട്ടും, സ്പൈസസ് കിട്ടും, സുഗന്ധവ്യഞ്ജനങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ ഫുഡ് തരിക എന്നുള്ളത് മാത്രമല്ല ഒരു പ്ലാന്റ് മനുഷ്യന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി കണ്ടൽ കാടുകൾ അതിനെ പറ്റിയാണ്. കണ്ടൽ കാടുകൾ എന്ന് പറയുമ്പോൾ കടലും കായലും മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് കണ്ടൽ കാടുകൾ ഉള്ളത്. കണ്ടൽ കാടുകളിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. അതായത് കണ്ടൽ കാടുകളിൽ ഒരുപാട് സ്പീഷീസ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരം ഫിഷസും കണ്ടൽ കാടുകളിൽ കാണാറുണ്ട്. കണ്ടൽ കാടുകൾ പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. മാംഗ്രൂവ്സ് ഇപ്പോൾ കുറവാണ്. എന്നാലും ഉണ്ട്. അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ മാംഗ്രൂവ്സ് നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? ഫിഷ് വെൽത്ത്, അതുപോലെ തന്നെ നല്ല ബയോഡൈവേഴ്സിറ്റി ഉണ്ട് അവിടെ. അതുപോലെ തന്നെ കോസ്റ്റൽ സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർബിങ് 4 to 5 times more carbon dioxide compared to എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ സാധാ ഫോറസ്റ്റുകളേക്കാൾ 4 മുതൽ 5 times more ആണ് ഇവർ അബ്സോർബ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഗ്ലോബൽ വാർമിങ്ങിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. അതുപോലെ തന്നെ സുനാമി എല്ലാം വരുന്നതിൽ നിന്നും മാംഗ്രൂവ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ്സിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ പ്ലാന്റ്സ് മാക്സിമം നടുക, ആ പൊല്യൂഷൻ ഉണ്ടാകാതെ നോക്കുക, മാൻഗ്രൂവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം പ്ലാന്റ്സ് എന്ന് പറയുന്നതാണ് ബയോസ്ഫിയറിൻ്റെ ഒരു ബേസിക്സ് തന്നെ പ്ലാന്റ്സ് ആണ് നമുക്കറിയാം. അപ്പോൾ പ്ലാന്റ്സിന് എന്തെങ്കിലും പറ്റിയാൽ അത് നമ്മുടെ ബയോസ്ഫിയറിനെയും ഹോൾ അഫക്റ്റ് ചെയ്യും. ബയോസ്ഫിയറിനെ അഫക്റ്റ് ചെയ്താൽ നമ്മുടെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ കൺസിഡറിങ് പ്ലാന്റ്സ് ആസ് വെൽ. ഇഫ് ദർ ഈസ് ടു ബി പോസിബിൾ ആക്ടിവിറ്റീസ് ഫോക്കസ്ഡ് ഓൺ എൻവയോൺമെൻറ്റൽ അവയർനെസ് ഈസ് നെസസറി. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലായിരുന്നാലും എൻവയോൺമെൻറ്റൽ ക്ലബ്ബൊക്കെ ഉണ്ടായിരിക്കും. അതിലെല്ലാം ഒരുപാട് പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നതിനെ പറ്റിയും ബയോഡൈവേഴ്സിറ്റി എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുമാണ്. അപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.